ഹലോ. അപ്പോ ഞാൻ ഒരു കമന്റ് കണ്ടേ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യുമോന്ന്. സോ ഐ തോട്ട് വൈ നോട്ട്. എന്റെ കയ്യിൽ അങ്ങനെ ഹ്യൂജ് കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ആദ്യമേ ഞാൻ പറയാം. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു സമയത്തിൽ എന്റെ കയ്യിൽ ആവശ്യത്തിലധികം ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ആർക്കെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ, അതായത് നിങ്ങൾ വെച്ചോ, നിങ്ങൾക്ക് ഈ ഷെയ്ഡ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കളക്ഷനേ ഉള്ളൂ. എന്നാലും ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഇതാണ് എന്റെ ഒരു ലിപ്സ്റ്റിക് പൗച്ച് എന്ന് പറയുന്നത്. പണ്ട് എന്തായാലും ഒരു വലിയ പൗച്ചായിരുന്നു. ആൻഡ് അതിനകത്ത് കൗണ്ട്ലെസ് ആയിട്ട് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ലൈക്ക് പല പല ഷെയ്ഡ്, പല പല ബ്രാൻഡ്, അങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തിനാണ് ആ സമയത്ത് അത്രയും ലിപ്സ്റ്റിക് മേടിച്ചു കൂട്ടിയതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു പ്രായത്തിൽ എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കില്ല കേട്ടോ. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അത് മേ ബി എന്റെ മെച്ചൂരിറ്റി കൊണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ തിങ്ക് ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് അറ്റ് എ സെയിം ടൈം ഒരേ ഒരു ലിപ്സ്റ്റിക്കേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ എനിക്കിപ്പം കംഫർട്ട് ഷെയ്ഡ് എന്നൊക്കെ ആയി. പണ്ട് എനിക്ക് എല്ലാ ഷെയ്ഡും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അതായത് ഓരോരോ കളർ ഡ്രസ്സിന്റെ കൂടെ ഓരോരോ ഷെയ്ഡ്സ് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് ആ ഒരു എക്സ്പെരിമെന്റൽ മൈൻഡ് അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ഞാനിപ്പം എനിക്ക് ഇങ്ങനെ കംഫർട്ട് ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അതാണ് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ്. ഓക്കെ. അപ്പൊ എന്റെ ഹ്യൂജ് കളക്ഷൻ ഒന്നും ഇല്ല. എന്നാലും ഞാൻ ഉള്ളതൊക്കെ കാണിച്ചു തരാം. എന്തോ ഞാൻ പറയാൻ വേണ്ടി വന്നേ, എന്റെ ലുക്ക് കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ കുളിക്കാൻ പോവാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ കുളിച്ചിട്ട് വന്ന് എടുക്കാന്നാണ്. പക്ഷെ ഇപ്പൊ ഒരു ഈവനിങ് ടൈം ആയി. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടിൽ ഓരോരുത്തരായിട്ട് ജോലിക്ക് പോയിട്ട് വരാനൊക്കെ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നോയ്സ് ആവും. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോയി കുളിക്കാന്ന്. ഞാൻ ആക്ച്വലി കുളിച്ചിട്ട് വന്ന് എടുക്കാന്നാ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഷെയ്ഡ് സ്വാച്ച് ചെയ്ത് വല്ലതും കാണിക്കുവാണെങ്കിൽ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി തുടങ്ങിയാൽ വീണ്ടും പാടാം. അപ്പൊ ഞാൻ വെച്ചാൽ പിന്നെ ഈ ഒരു ലുക്കിൽ നിങ്ങൾ ഇനി എന്നെ കാണാത്ത ലുക്കൊന്നും ഇല്ല. എന്നെ ഉറക്കെ എണീക്കണ തൊട്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ. ഓക്കെ. അപ്പൊ എനിവേസ് ഞാൻ ഓരോരോ ഷെയ്ഡായിട്ട് കാണിച്ചു തരാം. എനിക്കില്ല ഇങ്ങനത്തെ പൗച്ചൊക്കെ ഭയങ്കര ഒരു അഡിക്ഷൻ ഒരു പോലെയൊക്കെയാ. ഞാൻ എവിടെ ഒരു പൗച്ച് കണ്ടാലും എനിക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എടുക്കും. അത് എടുക്കുന്ന വേറെ ഒന്നുമല്ല, ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഇടാണ്. എനിക്ക് വേറെ ഒന്നും അങ്ങനെ ഇട്ട് വെക്കാനായിട്ട് ഒന്നുമില്ല. ഓക്കെ. അപ്പം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത്, ഒരു സമയത്ത് ഞാൻ ഈ ഷെയ്ഡ് എവിടെ ഇട്ടുകൊണ്ട് പോയാലും എന്റെ അടുത്ത് എല്ലാരും ചോദിക്കും ഈ ഷെയ്ഡ് എവിടെന്നാ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത് എവിടെന്നാ, ഇത് ഏത് ബ്രാൻഡാന്നൊക്കെ. ആക്ച്വലി ഇത് ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നേ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയണത് DLC029 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ്. ഇത് പക്ഷെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്തൊന്നും ഇപ്പൊ ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. സ്വാച്ച് ചെയ്ത് കാണിച്ചേക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ്. ഓ, ഐ തിങ്ക് ഇത് വാം ലൈറ്റ്, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് കാണാൻ പറ്റത്തില്ല. ആണ് ഇതിന്റെ ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡ് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. പക്ഷെ ഐ തിങ്ക് ഞാനിത് 2025 തോന്നുന്നത് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ ഈയിടെ ഇതിനകത്ത് ഇപ്പൊ കഴിയാറായി. ഇതിനകത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഒരു സമയത്ത് ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും ഈ ഷെയ്ഡ് യൂസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഈ ഷെയ്ഡിന് കുറെ ഫാൻസും ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് കുറെ ഞാൻ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് DM വന്നൊക്കെ ചോദിക്കുമായിരുന്നു ഈ ലിപ് ഷെയ്ഡ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അത്രയ്ക്ക് ഫേമസ് ഒരു ഷെയ്ഡായിരുന്നു. ബട്ട് ഐ തിങ്ക് ഡാസലറിന്റെ ലിപ്സ്റ്റിക് അത്ര എക്സ്പെൻസീവ് അല്ലാന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല ഇത് എത്ര രൂപയ്ക്കാണ് ഞാൻ മേടിച്ചതെന്ന് ഓർക്കണില്ല. ഇത് ഞാൻ രാമചന്ദ്രനിൽ എന്തോ പോയ സമയത്ത് അവിടുത്തെ കോസ്മെറ്റിക് സൈഡിൽ ഒരു തവണ ചുമ്മാ കണ്ടപ്പോ ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ എടുത്തായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക് ആണ് എന്റെ ആദ്യം ഉള്ളത്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് അയ്യോ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാ. ഇത് ഞാൻ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ മേടിച്ചായിരുന്നു. ആ സമയത്ത് ഇത് എപ്പോ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. കാരണം ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് ഭയങ്കര ഹൈപ്പായിരുന്നു. അതായത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു സ്റ്റേ ഓൺ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പും ആയിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ച ഇതിന്റെ ഷെയ്ഡ് നോക്കട്ടെ. 10 എർത്തി ബ്രൗൺ എന്നും പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ്. ഞാൻ ഓർക്കുമായിരുന്നു ഈ വീഡിയോ ഏതെങ്കിലും ആളുകൾ കണ്ടോണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ചിലവർക്ക് അറിയായിരിക്കും കേട്ടാ, ചിലവർക്ക് അറിയായിരിക്കും. ഐ ഡോണ്ട് നോ. 10 എർത്തി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാ. അതായത് നിങ്ങൾ എന്തോന്ന് മേടിക്കുന്ന പോലെ. ആണുങ്ങൾക്ക് അങ്ങനെ കോസ്മെറ്റിക് ഒന്നും ഇല്ലല്ലേ, സോറി കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ഫീമെയിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആക്ച്വലി എനിക്ക് ഇഷ്ടമാ. അങ്ങനെ ഞാൻ മേടിച്ചത്. ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് ആരുടെയോ റിവ്യൂ ചെയ്യണ കണ്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചത്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം.
ആൻഡ് ഇത് ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എന്റെ കയ്യിൽ അധികവും ലിക്വിഡാ ഉള്ളത്. ഞാൻ മറ്റേ ഒരു മിനിറ്റ് ഞാൻ ഇത് വൈറ്റ് ആക്കി കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് അറിയാൻ പറ്റത്തുള്ളൂ. അതാ ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയണം. ഞാനില്ലേ ഈ വാമാക്കണ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മൈഗ്രെയിൻ. അപ്പം മറ്റേ ലൈറ്റ് എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാ ഞാൻ കണ്ണൊക്കെ പൊത്തിയിട്ട് കാണിച്ചു തരുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല, വേറെ ഒരു പ്രശ്നവും. എന്ന് വെച്ചാൽ എനിക്ക് നാളെ എക്സാം. അപ്പം ഇനിയിപ്പോ ഇന്ന് എനിക്ക് കുറെ പ്ലാനും ഉണ്ട്. അപ്പം അതിനിടയ്ക്ക് മൈഗ്രെയിൻ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ ആ ഒരു പ്ലാൻ മൊത്തത്തിൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. എവിടെ പോയി? ആ, ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ സ്റ്റേ ഓൺ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതും ആക്ച്വലി ഇതിന്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 18 റിച്ച് ബെറി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാ. ആൻഡ് നല്ല ഷെയ്ഡാ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടം. അതായത് ഒരു വൈൻ എന്തോ ഒരു കളർ, ഈ ഒരു കളർ. അതുകൊണ്ട് എന്റെ അധികവും ഇങ്ങനത്തെ കളറേ ഉള്ളൂ കേട്ടോ. ഐ എം റിയലി സോറി. ഞാൻ വേറെ അങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒരു സമയത്ത് ഞാൻ എല്ലാ ഷെയ്ഡും യൂസ് ചെയ്യുമായിരുന്നു, ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിരുന്നു ഇതില് ലിപ്സ്റ്റിക്കില്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് ഈ ഒരു ഷെയ്ഡ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു അടിപൊളി ഷെയ്ഡാണ്. ഇത് ഭയങ്കര രസമാണ്. നമുക്ക് ഈ എന്റെ കയ്യിലെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാ കൂടുതലും. ആകെ ഈ ഒരെണ്ണം മാത്രമാണ് ഇങ്ങനത്തെ ബുള്ളറ്റ് ടൈപ്പ് ഉള്ളത്. ഇത് വന്നിട്ട് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്, നൈക്ക ബ്രാൻഡിന്റെ. ഷെയ്ഡ് നോക്കട്ടെ. കാലേ സ്മൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതൊരു ആക്ച്വലി ഒരു റെഡ് ആണ്. ഇതും ഞാൻ ഈ ഫങ്ഷൻ ഒക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വച്ചേക്കുന്നയാ. ഒരു ഭയങ്കര റെഡ് ആണ്. ഇതാണ് ഈ ഒരു ഷെയ്ഡ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാൻ വരച്ചപ്പോ ഒരു ഒറ്റ പോക്കായിരുന്നു അങ്ങ്. ആൻഡ് നെക്സ്റ്റ് വൺ, എന്റെ കയ്യിൽ ആകെ ഉള്ള ഒരേ ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തോണ്ടിരുന്ന തീർന്നിട്ട് ഞാൻ വീണ്ടും മേടിച്ചയാ. ഭയങ്കര എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ ഡാൻസിന്റെ അന്നൊക്കെ അവർ ലിപ്സ്റ്റിക് ഇട്ട് തരത്തില്ല. അതൊരു ഭയങ്കര ഒരു ടെക്സ്ചർ അല്ലേ, അതായത് ലിപ്പിൽ ഇങ്ങനെ ഒരു ലെയർ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഭയങ്കരമായിട്ട് വെറുത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തതിന് ശേഷം തൊട്ടാണ് ഞാൻ എന്റെ ലൈഫിലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ലിപ്സ്റ്റിക് ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ട് എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. ചരിത്ര നിമിഷമായിരുന്നു എന്റെ ലൈഫില്. പിന്നെ അത് യൂസ് ചെയ്തതിനു ശേഷം എനിക്കൊരു തിരിച്ചുപോക്കേ ഉണ്ടായിട്ടില്ല. ഇത് വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. സോ ഇത് വന്നിട്ട് കളർ ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെയാ. ഇതിന്റെ ഷെയ്ഡ് 007 എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ലെറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാ. പക്ഷെ ഞാൻ എന്തായാലും സ്പെല്ലിങ് ഇവിടെ കൊടുക്കാം. പക്ഷെ സീരിയസ്ലി ഗൈസ്, ഇത് അടിപൊളിയാണ്. നെക്സ്റ്റ് എന്റെ കയ്യിലുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ്. വരച്ച് എന്റെ കയ്യിൽ സ്ഥലവും ഇല്ലല്ലോ പണ്ടാറടക്ക്. ഞാൻ ലാസ്റ്റ് വരച്ചേക്കുന്നതാണ് കേട്ടല്ലോ. ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു എവിടെയുടെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അയ്യോ, ഇതിന്റെ ബ്രാൻഡ് പറഞ്ഞില്ലല്ലേ. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കല്ല, ഇത് ഇപ്പോഴും ആക്ച്വലി എന്റെ ഫീഡിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. ആ, കോക്കോ ക്രഷ് 07. ഓക്കെ, നെക്സ്റ്റ് ഇത് റീസെന്റ് എനിക്ക് എന്റെ അമ്മ മേടിച്ചോണ്ട് വന്ന ഏതോ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ നിന്ന്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അമ്മ എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു തരുമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം. ആൻഡ് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അയ്യോ, ഇത് ബ്രൗൺ ആയിപ്പോയി, സോറി. ഈ ലൈറ്റ് ഇരിക്കണോണ്ട് എനിക്ക് കണ്ണ് കണ്ടുകൂടാ. ഇതാണ്ട് ഈ ഒരു ഷെയ്ഡ് ഏകദേശം അതുപോലെ, പക്ഷെ ഇതിനെക്കാട്ടി കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായത്. ആൻഡ് ഇതൊരു പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെയാ. പക്ഷെ ഈ ബ്രാൻഡ് ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. ബോൾഡ് മേക്കപ്പ്, പൊട്ടറ്റോ ബോൾഡ് മേക്കപ്പ് എന്നാ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് അയ്യോ, എന്റെ കൈ ഇതെങ്ങനെ ഞാൻ കാണിക്കും? സോറി ഗൈസ്, എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്റെ കൈ തിരിയുന്നില്ല.
ഇതാ ഈ ഒരു ഷെയ്ഡാണ്. ഇതാ ഇതാണേ. എന്റെ കൈ തിരിയുന്നുമില്ല, ഈ ലൈറ്റ് എനിക്ക് പറ്റത്തുമില്ല. ഇതാ ഈ ഒരു ഷെയ്ഡാണ്. പക്ഷെ എന്റെ കൈ എനിക്കിങ്ങനെ നോക്കുമ്പോ കാണാൻ പറ്റണുണ്ട് നിങ്ങൾ. ഓക്കെ, വാട്ട് എവർ. ഇതിന്റെ ഷെയ്ഡൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതെനിക്ക് അമ്മ മേടിച്ചോണ്ട് വന്നയാ. ആൻഡ് കഴിഞ്ഞു. അയ്യോ ഇല്ലില്ല, അയ്യോ എന്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരെണ്ണം, അതായത് ഈ ജീവിതകാലം മൊത്തം ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചൂസ് ചെയ്യും. എന്റെ ഫേവറേറ്റ്. ഞാൻ മറന്നു, ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ടാ എനിക്ക് ഞാൻ കാണാത്തെ. ഇത് ഞാൻ കുറച്ചേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ, കാരണം അമൂല്യമാണ്, ഓരോ തുള്ളിയും അമൂല്യമാണ്. ഇതാണ് ഈ ഒരു ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. എന്റെ ഓൾമോസ്റ്റ് മിക്ക വീഡിയോസിലും നിങ്ങൾ ഈ ഷെയ്ഡ് ആയിരിക്കും കണ്ടിട്ടുള്ളതായിരിക്കാം. ഞാൻ ഇതിന് മുന്നേ ചെയ്ത ലോങ് വീഡിയോ ഇല്ലേ, അതായത് എന്റെ യൂട്യൂബ് ജേർണി, അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇത് ലാക്മേയുടെ ആണ് കേട്ടോ. ലാക്മേയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 05 റെഡ് സാങ്ക്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. പക്ഷെ സീരിയസ്ലി ഇത് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ജീവിതകാലം മൊത്തം ഇനി ഒരു ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചൂസ് ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയായി ഇത്. ആൻഡ് നമ്മൾ ചില ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിയുമ്പോ ഇല്ലേ, നമുക്ക് ലിപ്പിൽ ഒരു ലെയർ ഇങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാ. ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ടില്ല, ഞാൻ ഇതിനകത്ത് കടന്നപ്പോ ഞാൻ ഇത് എടുത്ത് പറയണമെന്ന് വിചാരിച്ചാ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഇത് പൊട്ടിയിരിക്കുവാണ്, സോറി, 2 പീസായി പോയി. ഇത് മാൾസിന്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ് കേട്ടോ. ഷെയ്ഡ് നോക്കട്ടെ ഞാൻ. 01 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്, മാൾസിന്റെയാ. ഞാൻ ഇവിടെ വല്ലതും വരയ്ക്കാം. ഇതാ ഈ ഒരു ഷെയ്ഡാ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡാ കേട്ടോ. ഇതൊരു ലിപ് ടിന്റ് ആണ്, ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ്. നമുക്ക് ബ്ലഷ് ആയിട്ട് ഇടാം. ഓക്കെ, കഴിഞ്ഞു. പിന്നെ എന്റെ കയ്യിലുള്ളത് കുറച്ച് ലിപ് ലൈനേഴ്സ് ആണ്. ഇതെല്ലാം മറ്റേ ഏത് ബ്രാൻഡിന്റെ ആയിരുന്നു, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ എന്നുള്ളൂ. ഇതെന്തുവാ? ഓ, ഇതിനകത്തുനിന്ന് പൊട്ടിപ്പോയത്. ഇതൊരു ലിപ് ബാം ആണ് കേട്ടാ. ഇത് ആക്ച്വലി മാൾസിന്റെ ഒരു ലിപ് ബാമാ. ഇത് പക്ഷെ അപ്ലൈ ചെയ്യാൻ നല്ല രസമാണ്. ഇങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ഇത് ലിപ് ബാമാ. ഓക്കെ, ഇനി ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്കും ഞാനുമായിട്ടുള്ള കഥ പറഞ്ഞുതരാം. ഇവന്റെ കൈ നോക്ക്. ഞാൻ ഇവിടെ തന്നെ വൈപ്പ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് വൈപ്പ് ചെയ്ത് കളയട്ടെ. എനിക്കിത് കാണുമ്പോ അയ്യോ, ഏതൊക്കെയോ ഷെയ്ഡൊന്നും പോണില്ല. വൈപ്പ് ചെയ്തിട്ട് പോലും പോവാത്ത ഷെയ്ഡാ. ഇത് ഏത് ഷെയ്ഡ് നോക്കട്ടെ ഞാൻ, എന്നിട്ട് പറഞ്ഞുതരാം. ഓ, ഇത് മറ്റേ സ്വിസ് ബ്യൂട്ടിയുടെ ഈ സ്റ്റേ ഓൺ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്. അത് തുടച്ചിട്ടും തൂത്തിട്ടും ഒന്നും പോണില്ല. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. അയ്യോ, ഇത് ഏത് ഷെയ്ഡാ? ഇത് ഒട്ടും അനങ്ങുന്നില്ല. ഇത് ഏത് ഷെയ്ഡായിരുന്നു ഞാൻ ഇവിടെ എടുത്തു വരച്ചത്? അയ്യോ, ഈ പൊട്ടച്ച ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്കാ. ഇത് അനങ്ങുന്നുകൂടിയില്ല. ദേ നോക്കിയേ. ഓ മൈ ഗോഡ്. ഇനിയില്ലേ, ഞാൻ ലിപ്സ്റ്റിക് ആയിട്ടുള്ളൊരു ബന്ധം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഞാൻ മുന്നേ ലിപ്സ്റ്റിക് യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഒരു വെരി റീസെന്റ് ഒരു 2-3 വർഷം മുന്നേ വരെ ഒന്നും ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. ആരെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്ന നോക്കിക്കൊണ്ടിരുന്നാലും ഞാൻ മറ്റേ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഈ ഒരാൾ നമ്മളെ മുമ്പിൽ നിന്ന് പാവക്കേക്ക് കഴിച്ചാൽ നമ്മൾ എങ്ങനെ അവരെ നോക്കുക, അതുപോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം എനിക്ക് അക്സെപ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അതിനൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്കൂൾ ആനുവൽ ഡേക്കൊക്കെ ഒരുങ്ങുമ്പോഴത്തേക്കും അവരൊരു ലിപ്സ്റ്റിക് ഇട്ട് തരുമല്ലോ, ഭയങ്കര ഒരു ക്രീമി ആയിട്ടുള്ള, അത് ഭയങ്കര ഒരു വെയിറ്റ് പോലെയാ ചുണ്ടിലിട്ട് കഴിയുമ്പോ, എന്തോ ഒരു ഇറിറ്റേഷനാ. ആ ഒരു ഇതെന്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ലിപ്സ്റ്റിക് ഇടണ ഇഷ്ടമല്ല. ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളെയും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടൊക്കെ ആരെങ്കിലും എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്റെ അടുത്ത് സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ അവരെ ചുണ്ടിൽ തന്നെ ഇങ്ങനെ ഒരുമാതിരി നോക്കിക്കൊണ്ട് നിൽക്കും. ബിക്കോസ് എനിക്കതെന്തോ അവരാണ് ഇട്ടിക്കണെങ്കിലും എനിക്കതെന്തോ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. ആൻഡ് പിന്നെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോ എന്തോ ഒരു പ്രത്യേക ഭംഗി. അതാണ് ഞാൻ പറഞ്ഞതാ ഈ ഒരു ഷെയ്ഡ്. ഇതാ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ന്യൂഡ് കളർ. അതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് അധികവും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊക്കെ ഉള്ള ഷെയ്ഡാ. പക്ഷെ ഈ ന്യൂഡ് ഷെയ്ഡ് കണ്ടപ്പോ ഇല്ലേ, എനിക്ക് ഇതിനോട് എന്തോ ഒരു
അപ്പൊ എനിക്ക് ആ ഒരു ബ്രൈറ്റ് ഷെയ്ഡിനെക്കാട്ടിലും ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇത് ഇട്ടിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ എന്തോ ഒരു സംതിങ് കൂൾ, ആ ഒരു മൈൻഡ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം, ഞാൻ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഗ്രൂമിങ്ങിന്റെ പാർട്ടായിട്ട് എല്ലാ ഫീമെയിൽ സ്റ്റുഡൻസിനും ലിപ്സ്റ്റിക് മാൻഡറ്ററി ആയിരുന്നു. മാൻഡറ്ററി ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടേ പറ്റത്തുള്ളൂ, അതും റെഡ് കളർ ലിപ്സ്റ്റിക്. അങ്ങനെ എയർപോർട്ട് മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നമുക്ക് ഗ്രൂമിങ്ങിന്റെ ഒരു പാർട്ടാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് മാൻഡറ്ററി ആയിട്ട് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സമയത്ത് പക്ഷെ ഞാൻ റെഡ് ഷെയ്ഡാ ഇടുന്നത്. ഞാൻ ഇവിടെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കാവേ, എന്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ നിൽക്കണ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, കാണുമായിരിക്കും, കൊടുക്കാം. ഗ്രൂമിങ്ങില് ലിപ്സ്റ്റിക് മാൻഡറ്ററി ആയിരുന്നു. അങ്ങനെ പിന്നെ യൂസ് ചെയ്ത് പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ ജീവിതമേ ഇല്ലാന്നായി. ഇപ്പൊ പക്ഷെ റൈറ്റ് നൗ എനിക്ക് അങ്ങനെ അഡിക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. എനിക്ക് അങ്ങനെ ലിപ്സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല. ഒരു ലിപ് ബാം ഉണ്ടെങ്കിൽ മതി, അത് മതി എനിക്ക്. ഓക്കെ, സോ അപ്പം ഇതാണ് ലിപ്സ്റ്റിക്കും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം. അങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആൻഡ് താങ്ക്ഫുള്ളി ആക്ച്വലി ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ഒരു ചേഞ്ച് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാല്, എന്റെ ലിപ്പ് ജനറ്റിക്കലി പിഗ്മെന്റഡ് ആയിരുന്നു. അതായത് എനിക്ക് അത്ര പിങ്കി ലിപ്പ് ഒന്നും അല്ല എന്റേത്. എനിക്ക് അതുകൊണ്ട് പിങ്ക് ലിപ്സ് ഉള്ളവർ, അതായത് നാച്ചുറലി പിങ്ക് ലിപ്സ് ഉള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ അവരെ കാണുമ്പോഴൊക്കെ ഞാൻ അവരുടെ ലിപ്പിൽ തന്നെയൊക്കെ നോക്കും. ഇപ്പൊ അതൊരു മെൻ ആണെങ്കിലും വുമൺ ആണെങ്കിലും പിങ്ക് ലിപ്പ് ആണെങ്കിൽ ഞാൻ അവരുടെ ലിപ്പിൽ നോക്കും. ബിക്കോസ് എനിക്ക് വൺസ് എനിക്ക് ഈ ഒരു പിങ്ക് ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എന്റെ ലിപ്പ് ജനറ്റിക്കലി പിഗ്മെന്റഡ് ആണ്. അങ്ങനെ ഒരു പിങ്ക് ലിപ്പാണ് നല്ലതെന്ന് എനിക്ക് തോന്നാനായിട്ട് ഒരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ലൈക്ക് എന്റെ ലിപ്പ് പിഗ്മെന്റഡ് ആയതുകൊണ്ട് എന്റെ അടുത്ത് പലരും ചോദിക്കും സിഗരറ്റ് വലിക്കുമോ, നല്ല വലിയാണല്ലേ എന്നൊക്കെ. ഞാനാണെങ്കിൽ ഇങ്ങനെ വാട്ട്. അപ്പോ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ലിപ്സ്റ്റിക് എനിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി മറഞ്ഞു കിട്ടി. അതായത് എന്റെ പിഗ്മെന്റേഷൻ, എന്റെ ലിപ് പിഗ്മെന്റേഷൻ ആരും കാണുന്നില്ല, ഞാൻ അതിന്റെ പുറത്തല്ലേ ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പം ഒരു കണക്കിന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് നല്ല കാര്യമായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പം ഞാൻ ഇനി ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് സംസാരിക്കുവാണ്. നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. സോ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് സംസാരിക്കുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും ബിഫോർ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ലിപ് ബാം ഏത് വേണോ യൂസ് ചെയ്യാം. അതായത് ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കൺസേൺ നോക്കണം. അതായത് നിങ്ങളെ ലിപ്പ് ഇപ്പൊ പിഗ്മെന്റഡ് ആണെങ്കിൽ ഒരു ലൈറ്റനിങ് ലിപ് ബാം യൂസ് ചെയ്യുക. അതുപോലെ ലിപ്പ് ഡ്രൈ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ്, ഒരു ഹൈഡ്രേഷൻ തരുന്ന ലിപ് ബാം യൂസ് ചെയ്യുക. എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുക മാക്സിമം. നിങ്ങൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, സ്കിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ലിപ് ബാമും കൂടെ അങ്ങ് ഇട്ടേക്കണം. എന്നിട്ട് നിങ്ങൾ എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റിലെ ലിപ്സ്റ്റിക് ഇടത്തുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാനതിന് മുന്നേ ആയിട്ട് ലിപ് ബാം എക്സ്ട്രാ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ. എന്നാലേ ലിപ്സ്റ്റിക് സ്റ്റേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലിപ് ബാമിന്റെ ആ ഒരു മോയ്സ്ചറൈസിങ് ഇതുകൊണ്ട് ലിപ്സ്റ്റിക് പെട്ടെന്ന് പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ പറ്റുവാണെങ്കിൽ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ലിപ്പിന്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യണതിന് മുന്നേ ഒരു ലിപ് ബാമും അത് കഴിഞ്ഞിട്ട് ലിപ് ലൈൻ ഒക്കെ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഒരു പെർഫെക്റ്റ് വേ ടു യൂസ് ലിപ്സ്റ്റിക്. ഓക്കെ, സോ അപ്പം എന്റെ കയ്യിൽ ഇത്രയൊക്കെ ഷെയ്ഡ്സേ ഉള്ളൂ കേട്ടോ. എന്റെ കയ്യിൽ അങ്ങനെ ഹ്യൂജ് കളക്ഷൻ ഒന്നും ഇല്ല. ആൻഡ് എന്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു കൗണ്ട്ലെസ് ആയിട്ട് ലിപ്സ്റ്റിക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നെ കാണുന്ന പലരും ചോദിക്കുന്നു, എനക്ക് ഭ്രാന്താടി പെണ്ണെ ഇത്ര ഷെയ്ഡ് കൊണ്ട് നടക്കാൻ. എന്റെ അടുത്ത് ഇങ്ങനെ ചിലരൊക്കെ 2 ഷെയ്ഡ് എടുത്ത് വെച്ചിട്ട് ചോദിക്കേടി ഇത് ഒന്നല്ലേ? അപ്പൊ ഞാൻ പറയാം അല്ല, ഈ ഷെയ്ഡ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും. ദാ ഈ ഷെയ്ഡ് കണ്ടാ, ദാ ഈ ഷെയ്ഡ് കണ്ടാ, ചെറിയൊരു വ്യത്യാസമില്ല. അങ്ങനെ എനിക്കൊരു മെന്റലായിരുന്നു ഞാൻ ലിപ്സ്റ്റിക്കില്. പക്ഷെ ഇപ്പൊ ആ മെന്റൽ അങ്ങ് മാറി കേട്ടാ, എന്തോ നന്നായി അത്. പിന്നെ ഈ കാണിച്ചതിൽ എന്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഓൾസോ ചില വീഡിയോയിലൊക്കെ ഞാനിത് ടാഗ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 05 റെഡ് സാങ്ക്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നെക്സ്റ്റ് ഇനി എന്റെ കയ്യിൽ ഇത്ര നേരം ലിക്വിഡ് അല്ലേ കാണിച്ചു, ഇനി ഞാൻ ഒരു ക്രയോൺ കാണിച്ചുതരാം, അല്ലെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് കാണിച്ചുതരാം. ഇതൊരു റെഡ്.